ഹായ്, എൻ്റെ പേര് തമ്ന. കാലിക്കറ്റ് വടകരയാണ് എൻ്റെ സ്ഥലം. 10th വലിയ മാർക്കില്ലാത്തതുകൊണ്ട് +1 +2 നന്നായി പഠിച്ചു. 80% മാർക്ക് ഉണ്ടായിരുന്നു. മെറിറ്റിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടി. MHS കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ചരണ്ടത്തൂരാണ്. BA ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. BA ഇംഗ്ലീഷിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ കിട്ടിയത് കൊണ്ട് പോയി, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ പ്രഗ്നൻ്റ് ആയി. ഇപ്പം എനിക്കൊരു മോനുണ്ട്, 1 വയസ്സ് കഴിഞ്ഞു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പ്രഗ്നൻസി ടൈമിൽ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തു. ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് അടുത്ത LLBക്ക് പോകുമെന്ന് പ്ലാൻ ചെയ്തു. ക്ലീ എൻട്രൻസ് എഴുതി. അതിൽ റാങ്ക് ലിസ്റ്റിൽ 2000 സംതിങ് റാങ്ക് കിട്ടി. അപ്പോൾ ഉപ്പാക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ LLB വേണ്ടെന്ന് വെച്ച്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു MBA ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു. എനിക്ക് ഈ MBA ആയിട്ട് വലിയ ഇതില്ല. കാരണം ഞാൻ ഫസ്റ്റ് പഠിച്ചത് ഹ്യൂമാനിറ്റീസ്, പിന്നെ പഠിച്ചത് BA ഇംഗ്ലീഷ്, പിന്നെ ഇപ്പം MBAയിലോട്ടേക്ക് വരുമ്പോൾ കൊമേഴ്സ് ബേസ് ഇല്ലാത്തത് കൊണ്ട് MBA എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ എല്ലാവരും MBAക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കേ പറഞ്ഞു. അങ്ങനെ MBAക്ക് പറ്റിയ കോളേജ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ലേൺവൈസിനെ പറ്റിയിട്ടും ഇഗ്നോനെ പറ്റിയിട്ടും ഇൻസ്റ്റഗ്രാമിലൊരു ആഡ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റീൻ്റെയും ലേൺവൈസിൻ്റെ ഒരു ഭാഗമായി. ഇതുവരെ എൻ്റെ പഠിപ്പിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊന്നും വന്നിട്ടില്ല. +1 +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം MBA എടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കൊമേഴ്സുമായിട്ട് വലിയ ബന്ധമില്ല. കാരണം +1 +2 ഞാൻ ഹ്യൂമാനിറ്റീസാണ്, ഡിഗ്രി BA ഇംഗ്ലീഷ്. അപ്പോൾ കൊമേഴ്സുമായിട്ട് എനിക്കൊരു വലിയൊരു ടച്ചില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയുണ്ട്. പിന്നെ മെൻറ്ററൊക്കെ നല്ല സപ്പോർട്ടീവാണ്, എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ ലേൺവൈസിൽ എത്തിപ്പെട്ടത്. താങ്ക് യു.